ഏറെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കാം. കർത്താവ് തൻ്റെ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശദമായി ദൈവവചനം സംസാരിക്കാനുള്ള അവസരം ഇന്ന് ഇല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. സ്തോത്രം. കഴിഞ്ഞ 4 വർഷം നിങ്ങളോട് സംസാരിച്ച വചനങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുക. ഈ അവസാന സമയത്ത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏകമനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരുപ്പിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ഈ അവസാന സമയത്ത് ഓർപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നമ്മളോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ദൈവം കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ദൈവം എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഇരിക്കണം എന്ന് ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ദൈവം കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള അനുഭവമാണ്. ദൈവം വാസ്തവമായി നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. ധാരണ കൊണ്ട് ദൈവം കൂടെ ഉണ്ടാകുമെന്നുള്ള ധാരണ കൊണ്ടാരും നടക്കരുത്, ചിന്ത കൊണ്ടാരും നടക്കരുത്. കർത്താവിൻ്റെ അമ്മയപ്പന്മാരായ മറിയയും ജോസഫും ഒരിക്കൽ ആ ധാരണ കൊണ്ട് നടന്നവരാ, അല്ലേ? ആ ധാരണ കൊണ്ട് നടന്നു. കർത്താവ് കൂടെ, യേശു കൂടെ ഉണ്ടാകും എന്ന് അവരെന്ത് ചെയ്യും? യെരുശലേമിൽ പോയിട്ട്, ദൈവാലയത്തിൽ പോയിട്ട് മടങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. കൂടെ ഉണ്ടാകുമെന്നുള്ള ചിന്തയോടുകൂടെ ഒരു ദിവസം മുഴുവനും എന്ത് ചെയ്തു? അവര് യാത്ര ചെയ്തു. ആ യാത്രയിൽ അവര് വർത്തമാനം പറയാൻ സമയമെടുത്തു, അല്ലേ? ആഹാരം കഴിക്കാൻ സമയമെടുത്ത് കാണും. നടന്നോ പോകുന്നത്? നടന്നോ അല്ലെങ്കിൽ വാഹനമൃഗത്തിൻ്റെ പുറത്തോ എങ്ങനെയാ പോയെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും എങ്ങനെ പോയാലും ഒരു ദിവസം മുഴുവനും യേശു കൂടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെ ഉണ്ട് എന്നുള്ള ധാരണയോടെ അവരെന്ത് ചെയ്തു? നടന്നു. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് യേശു എന്തില്ല, കൂടെ ഇല്ല. പിന്നീട് അവർ മടങ്ങിപ്പോയി. അവര് മടങ്ങിപ്പോയപ്പോൾ വഴിയിലെല്ലാം തിരക്കി 3-ാമത്തെ ദിവസമാണ് അവരാരെ കണ്ടെത്തിയത്? യേശുവിനെ കണ്ടെത്തിയത്. അപ്പൊ ധാരണയുമായിട്ട് കൂടെ ഉണ്ടാകുമെന്നുള്ള ധാരണയുമായിട്ട് ആരും എന്ത് ചെയ്യരുത്? നടക്കും. യേശു കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തി മാത്രമേ എല്ലായ്പ്പോഴും നമ്മൾ യാത്ര ചെയ്യാവൂ. ദൈവം കൂടെ ഇരിക്കണമെന്നുള്ളത് ഏതൊരു ഭക്തന്മാരുടെയും ജീവിതത്തിലെ വലിയ ആഗ്രഹമായി. യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ പോകുന്ന ബഥേലിൽ വെച്ച്, ലൂസിൽ വെച്ച് യാക്കോബ് പറഞ്ഞു, ഞാൻ പോകുന്ന വഴിയിലെല്ലാം നീ എന്നോട് കൂടെ ഇരിക്കണം, അല്ലേ? ഇരിക്കണം. അങ്ങനെ ഇരിക്കുമെങ്കിൽ താൻ കുറേ കണ്ടീഷനൊക്കെ വെക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ആര് പറയുന്നുണ്ട്? യാക്കോബ് പറയുന്നുണ്ട്. ആ യാത്രയിൽ ആര് കൂടെ ഉണ്ടായിരുന്നു? ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഒരു വടിയോടുകൂടെയാണ് യാക്കോബ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്, അല്ലേ? പോകുന്നത്. പക്ഷേ ആ യാത്രയിൽ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് താൻ പോയ വഴിയിലൊക്കെയും അതിൻ്റെ അനുഗ്രഹങ്ങൾ തനിക്ക് അനുഭവിപ്പാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. ഇന്ന് പകലിൽ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെല്ലാവരും ഓർക്കണം, നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ നമ്മൾ എവിടെ പോയാലും ഏത് ചെയ്താലും നമ്മൾ തൊടുന്നതെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും.
മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവേ, മോശയോടും ഇസ്രായേൽ മക്കളോടും ദൈവം പറയുന്നു, അവര് അന്യാരാധനയിലേക്കൊക്കെ തിരിഞ്ഞപ്പോൾ കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി ആരാധിച്ച സന്ദർഭത്തിൽ സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് അവർ ആ വിധത്തിൽ തിരിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഇനി ഇവരുടെ കൂടെ എന്ത് ചെയ്യത്തില്ല, യാത്ര ചെയ്യത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ മോശ പറയുന്നു, ദൂതനെയൊക്കെ അയക്കാമെന്ന് പറയുമ്പോഴും ദൂതനേക്കാൾ വലിയത് ദൈവം കൂടെ വരുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ ദാസനായ മോശ അവിടെ വെച്ച് ദൈവത്തോട് പറയുന്ന ആ വാചകം ശ്രദ്ധേയമാണ്. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ദൂതൻ്റെ സാന്നിധ്യമൊക്കെ വലുതാണ്, ചെല്ലുന്നിടത്ത് അനുഗ്രഹമൊക്കെ കിട്ടും, കനാൻ നാടൊക്കെ ദൂതൻ പിടിച്ചെടുത്തൊക്കെ തരും. പക്ഷേ അതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ആവശ്യം നിന്റെ സാന്നിധ്യമാണ്. ഇന്ന് പകൽ വേളയിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന അതിൻ്റെ വില എന്താണ് എന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയണം. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ സന്തോഷിക്കും. ഇന്ന് പകൽ വേളയിൽ ദൈവത്തെ ജീവിതത്തിൽ മുൻനിർത്താൻ, ദൈവത്തെ ജീവിതത്തിൽ കൂടെ നിർത്താൻ നമുക്ക് കഴിയണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവം അങ്ങനെ ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പക്ഷേ ദൈവം കൂടെ നിൽക്കണമെങ്കിൽ അവിടെ ഇടയ്ക്കൊരു പദമുണ്ട്, എന്നാൽ അല്ലേ. വെറുതെ ദൈവം കൂടെ ഇരിക്കുമെന്ന് പറയുകയല്ല, എന്നാൽ ദൈവം പറയുള്ളവരെ സ്നേഹത്തിൻ്റെയും എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ആ എന്നാൽ എന്നുള്ള പദത്തിന് വളരെ പ്രസക്തിയുണ്ട്. നമ്മൾ ദൈവം കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ ആ എന്നാൽ എന്താണ് എന്ന് പരിശോധിക്കണം. ഓക്കെ, ആ വാക്യത്തിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഓർപ്പിക്കാം. തീർച്ചയായും സഹോദരന്മാരെ സന്തോഷിപ്പിൻ. മതിമോളെ, ഒന്നാമത് പറയാണ് എന്നാൽ എന്നുള്ള ആ ഭാഗം അവിടെ പറയുമ്പോൾ ഒന്നാമത് പറയുന്നത് സന്തോഷിപ്പിൻ. ഒരു ദൈവത്തിൻ്റെ പൈതൽ ജീവിതത്തിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നവരായിരിക്കണം? സന്തോഷിക്കുന്നവരായിരിക്കണം. പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും അല്ലേ, പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ഒരു ദൈവത്തിൻ്റെ പൈതൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും സന്തോഷിക്കുന്നവർ ആയിരിക്കണം. അതിന് വ്യക്തമായ ഉദാഹരണം അപ്പോസ്തലനായ പൗലോസാണ്. ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ താൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും താൻ ഫിലിപ്പിയിലുള്ള ദൈവമക്കൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് എന്ത് ചെയ്യുന്നു, പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ പൈതൽ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഏത് അനുഭവത്തിലും കർത്താവിൽ എന്ത് ചെയ്യുന്നവരായിരിക്കണം? സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കണം. ഒന്ന്, ദൈവ പൈതൽ ആരിൽ സന്തോഷം കണ്ടെത്തണം? കർത്താവിൽ സന്തോഷം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത്. രണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് പറയുക, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴികൾ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ നിങ്ങളും എന്ത് കണ്ടെത്തണം? സന്തോഷം കണ്ടെത്തണം. ഒരു ദൈവ പൈതലിന്റെ പ്രതികൂല സാഹചര്യത്തിലും സന്തോഷം കണ്ടെത്താനുള്ള വഴി ദൈവം തന്നിട്ടുണ്ട്. ഒന്ന്, ക്രിസ്തുവിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം. രണ്ട്, വചനത്തിൽ സന്തോഷം കണ്ടെത്തണം. മൂന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ എന്ത് കണ്ടെത്തണം? ഹല്ലേലൂയ, സന്തോഷം കണ്ടെത്തുന്നവർ ആയിരിക്കണം. റോമാലേഖനത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവും അല്ല, ഹല്ലേലൂയ, നീതിയും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ ഒന്ന്, ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്തണം. രണ്ട്, വചനത്തിൽ സന്തോഷം കണ്ടെത്തണം. മൂന്ന്, പരിശുദ്ധാത്മാവിൽ സന്തോഷം കണ്ടെത്തണം. ഈ സന്തോഷം കണ്ടെത്തുന്ന ആ വിധമായ അനുഭവത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ദൈവത്തിന്റെ മക്കൾ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെങ്കിലും വിളിച്ചു പറയും, അത്തിവൃക്ഷം തളിർക്കത്തില്ല,
മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകത്തില്ല. ഒലിവ് വൃക്ഷത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകത്തില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. എങ്കിലും ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കും. ഇന്ന് പകൽവേളയിൽ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെങ്കിലും ദൈവത്തിൽ സന്തോഷം കണ്ടെത്താൻ എത്ര ദൈവത്തിന് മക്കൾ തയ്യാറാകും? അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സ്വയം വചനത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കണം. ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കണം. അതിൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മൾ കണ്ടെത്തുന്നവരായിരിക്കണം. നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുന്നവർ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെ സന്തോഷിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, ദൈവവചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഇന്ന് പകൽവേളയിൽ കർത്താവിലും അവന്റെ വചനത്തിലും അവന്റെ ആത്മാവിലും ദൈവത്തിലെ സന്തോഷം കണ്ടെത്താൻ ഞാനും നിങ്ങൾ തയ്യാറായാൽ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി കൊള്ളട്ടെ, എന്നാൽ നിന്റെ ഏത് സാഹചര്യത്തെയും അനുകൂലമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇന്ന് പകൽവേളയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചുറ്റും നമ്മൾ തിന്മകളായിരിക്കാൻ കാണുന്നത്, പക്ഷെ സകല തിന്മയെയും അനുഗ്രഹമാക്കാൻ കഴിയുന്ന, അനുകൂലമാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർ നിന്റെ മുമ്പിൽ വാതിലുകളൊക്കെ അടച്ചെന്ന് വന്നേക്കാം, എന്നാൽ ഇന്ന് പകലിൽ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ വാതിൽ തുറക്കാൻ കഴിയുന്ന ദൈവമാണ്. വാതിലുകൾ പലപ്പോഴും അടയുമ്പോഴും നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾക്ക് ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരാണെങ്കിൽ വാതിലുകൾ മനുഷ്യർ അടച്ചോട്ടെ, ശത്രു അടച്ചോട്ടെ, ആരടച്ചോട്ടെ, എന്നാൽ എൻ്റെ ദൈവത്തിനത് തുറക്കാൻ കഴിയും. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ആ കോരേശിനോട് ദൈവം പറഞ്ഞത്: കോരേശ്, നിന്റെ മുമ്പിൽ രാജാക്കന്മാർ വാതിലുകൾ അടച്ചോട്ടെ, അല്ലെങ്കിൽ ഇരുമ്പോടാമ്പലുകളിട്ട് താമ്ര കഥകൾ കൊണ്ട് നിന്റെ മുമ്പിൽ വാതിലുകൾ അടച്ചോട്ടെ, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എത്ര ഇരുമ്പോടാമ്പലുകളെയും ഖണ്ഡിക്കാൻ, എത്ര വലിയ താമര കഥകളെയും തുറന്നു തരാൻ കഴിയുന്ന എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഇരിക്കും. ആ ദൈവ സാന്നിധ്യത്തിൽ സന്തോഷം കണ്ടെത്താൻ തയ്യാറാകുന്ന ദൈവത്തിന്റെ മക്കൾ അടഞ്ഞ വാതിലുകൾ കണ്ട്, ഇരുമ്പോടാമ്പലുകൾ കണ്ട് അവർ ഭയപ്പെടത്തില്ല. കാരണം തുറക്കാൻ കഴിയുന്ന ഒരു ദൈവം കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സന്തോഷിക്കുന്നവരായിരിക്കണം. സ്തോത്രം. പ്രിയമുള്ളവരെ, ലോകത്തിലെ എല്ലാ സന്തോഷവും താൽക്കാലികമാണ്. ഒരു സിനിമ കണ്ടാൽ അല്ലേ, അതിൻ്റെ ദൈർഘ്യം എത്രയുണ്ടോ അതുവരെ ചിലപ്പോൾ സന്തോഷം കിട്ടിയേക്കാം, അല്ലേ? ലോകത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കെട്ടടങ്ങുന്നത് വരെ ചിലപ്പോൾ അല്ലെ ഇങ്ങനെ അർമാദിച്ച് നടക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ലോകത്തിലുള്ള എല്ലാ അനുഭവങ്ങളും താൽക്കാലികമാണ്. എന്നാൽ നിത്യ സന്തോഷം തരാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അവൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനും ഹല്ലേലൂയ നമുക്ക് നിത്യ സന്തോഷം തരാൻ കഴിയും. അതിൽ സന്തോഷം കണ്ടെത്താൻ ഇന്ന് പകൽവേളയിൽ ദൈവമക്കൾ തയ്യാറാണ്. രണ്ടാമത് പറയാണ് യഥാസ്ഥാനപ്പെടുവീൻ. രണ്ടാമത് പറയാ എന്താ? യഥാസ്ഥാനപ്പെടുവീൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എവിടെ നമ്മളെ ആക്കിയിരുന്ന സ്ഥാനത്ത് നിന്ന് നമ്മൾ വീണു പോയിട്ടുണ്ടോ, തെന്നി മാറിയിട്ടുണ്ടോ, അകന്നു മാറിയിട്ടുണ്ടോ, ആ അനുഭവത്തിലേക്ക് നമ്മൾ, അതൊരു പേഴ്സണൽ മെസ്സേജാണ്. ഇന്ന് പകൽവേളയിൽ എവിടെയൊക്കെ നമ്മെ വിളിച്ച വിളിക്കകത്ത് നിൽക്കാതെ തെന്നി മാറിപ്പോയ ഏതെങ്കിലുമൊക്കെ അനുഭവമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവ് പറയാണ്, യഥാസ്ഥാനപ്പെട്ടുകൊള്ളണം, യഥാസ്ഥാനപ്പെടണം. ഹല്ലേലൂയ. ശത്രു ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതിനെയൊക്കെ ചലനങ്ങളൊക്കെ സംഭവിപ്പിച്ചേക്കാം. അതിനെ യഥാസ്ഥാനപ്പെടുത്താൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. പക്ഷേ നീ അകന്നു മാറിപ്പോയ ഏതനുഭവത്തിലും യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരുവാൻ ഇടയായി തീരണം. അതാ പറയുന്നത്, യഥാസ്ഥാനപ്പെടുവീൻ.
നമ്മള് ഒരപ്പന്റെ 2 മക്കളിൽ ഇളയവൻ വസ്തുവകകൾ മുഴുവനും വാങ്ങിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോയി. ആ സംഭവം വിവരിക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. എല്ലാം നഷ്ടപ്പെട്ട പന്നിക്ക് കൊടുക്കുന്ന തീറ്റ പോലും ലഭിക്കാൻ കഴിയാതെ വന്നപ്പോൾ അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള ചിന്ത വന്നിട്ട് അവനൊരു തീരുമാനമെടുത്ത് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാൻ ആയ അനുഭവമാണ് യഥാസ്ഥാനപ്പെടുക എന്ന് പറയുന്നത്. അത് വ്യക്തിപരമായ നിലയിൽ ദൈവത്തിൽ നിന്ന് എവിടെയൊക്കെ അകന്നു മാറിയിട്ടുണ്ടോ ആ അനുഭവത്തിലേക്ക് യഥാസ്ഥാനപ്പെട്ടു വരുവാൻ ഇന്ന് പകൽവേളയിൽ ദൈവസഭയെ ഉത്ബോധിപ്പിക്കുന്നു. അങ്ങനെ യഥാസ്ഥാനപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 3, ആശ്വസിച്ചുകൊള്ളുവിൻ. 3-ാമത്തെ കാര്യം എന്താണ്? സ്തോത്രം. നമ്മൾ സ്വയം ആശ്വാസം കണ്ടെത്തണം. ആശ്വസിപ്പിക്കുന്നവരെ നോക്കിയിരിക്കരുത്. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് കാണുവാൻ ഞാൻ ചുറ്റും നോക്കി, ആരെയും എന്ത് ചെയ്തില്ല, കണ്ടില്ല. സ്തോത്രം. ഇനി അഥവാ ആരെങ്കിലും ഒക്കെ ആശ്വസിപ്പിക്കാൻ വന്നാൽ യോബ് പറയുന്നത്, എൻ്റെ സ്നേഹിതന്മാരൊക്കെ എന്നെ ആശ്വസിപ്പിക്കാനാണ് വന്നത്, പക്ഷേ അവരൊക്കെ കേൾക്കുന്നില്ല. വ്യസനിപ്പിക്കുന്ന, ഒന്ന് തിരിച്ചൊക്കെ പ്രതികരിക്കുക പറയുള്ളൂ. ഏതായാലും ഞാൻ പോവുമല്ലേ, അപ്പോൾ ഒന്ന് പ്രതികരിക്കാം. അപ്പോൾ അവരൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? വ്യസനിപ്പിക്കുന്ന ആശ്വാസകരായിരുന്നു, അല്ലേ? വ്യസനിപ്പിക്കുന്ന. അതുകൊണ്ട് നമ്മൾ സ്വയം ആശ്വാസം കണ്ടെത്താൻ തയ്യാറാണ്. നമ്മൾ എങ്ങനെ കണ്ടെത്തണം? സ്വയം ആശ്വാസം കണ്ടെത്താൻ തയ്യാറാകണം. അങ്ങനെ സ്വയം ആശ്വാസം കണ്ടെത്താൻ തയ്യാറാകുന്നവൻ, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം നമ്മോട് തന്നെ സംസാരിക്കണമെന്നേ. നമ്മോട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കുക. എൻ മനമേ സ്വസ്ഥമായിരിക്കുക, ദൈവം വലിയ ചെയ്യുമെന്നേ, ദൈവം പ്രവർത്തിക്കുമെന്നേ. ഇന്ന് പകൽവേളയെ സ്വയം വിഷയങ്ങളുടെ നടുവിൽ ആശ്വാസം കണ്ടെത്താൻ എത്ര ദൈവത്തിൻ്റെ മക്കൾ തയ്യാറാകും? ഹല്ലേലൂയ. ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ, ഐസൊലേറ്റ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ആരും നമ്മുടെ അടുക്കൽ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ചിലപ്പോൾ വരികയില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ അകപ്പെടുമ്പോൾ ഒരാശ്വാസ വാക്ക് പറയാൻ ആരും കാണത്തില്ല. ഹല്ലേലൂയ. ഈ കോവിഡ് കാലത്തൊക്കെ ആ രോഗികളൊക്കെ ഐസൊലേഷൻ വാർഡിലൊക്കെ ആയിരുന്ന സന്ദർഭത്തിൽ പലരും അത് കഴിഞ്ഞ് റിക്കവർ ചെയ്ത് വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ പാസ്റ്ററേ, ഒരു മനുഷ്യനെ കാണാൻ കഴിയത്തില്ല, ആരും അടുത്ത് വരത്തില്ല, ആരും, ഹല്ലേലൂയ, നേഴ്സുമാരൊക്കെ വന്ന് അവരെ കവറോളൊക്കെ ഇട്ടിട്ട് അവര് വന്ന് മരുന്ന് അന്നേരം സ്ഥലം വിടും, ആരും ഒരു ആശ്വാസ വാക്ക് പറയാനില്ല. ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ സ്വയം ദൈവത്തിന്റെ മക്കൾ ആശ്വാസം ദൈവത്തിൽ നിന്ന് കണ്ടെത്തുന്നവരായിരിക്കണം. ഇന്ന് പകൽവേളയിൽ ആശ്വാസം തരാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അതിനു വേണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. 2-ാമത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നമ്മൾ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും, അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തണം. ആത്മാവിനെ തന്നത് 2 അന്യഭാഷ പറഞ്ഞ് തീർക്കാൻ വേണ്ടി മാത്രമല്ല. ഇന്ന് പകൽവേളയിൽ ആത്മാവിനെ തന്നത് നിനക്ക് ആശ്വാസം, ആശ്വാസപ്രദൻ എന്നാ പറയുന്നത്, അല്ലേ? ആശ്വാസപ്രദൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ ആശ്വാസം കണ്ടെത്തണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അതിനകത്ത് ആശ്വാസം കണ്ടെത്തുവാനിടയായി തീരണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? ഒരു മനുഷ്യനും വരാൻ കഴിയാത്ത ഇടത്തും അക്ഷരികമായ നിലയിൽ കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിലും പെരുവെള്ളത്തിൻ്റെ നടുവിൽ കാറ്റും തിരമാലയും ഒക്കെ ആടിച്ച് പടക് തകരുമെന്നും രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്നും ഒക്കെ വിചാരിച്ച അനുഭവത്തിലും, ഹല്ലേലൂയ, ആ കടലിൻ്റെ നടുക്കേക്ക് തിരമാലകളെ ചവിട്ടിക്കൊണ്ട് വന്നവനായ കർത്താവ് ആ വിധത്തിൽ അവിടെ ചെല്ലാൻ കഴിയുമായിരുന്നെങ്കിൽ, അക്ഷരികമായ നിലയിൽ ഈ ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ ആ വിധത്തിൽ കർത്താവിന് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ, പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഒരു മനുഷ്യനും അന്ന് നമ്മെ സഹായിക്കാൻ കഴിയാത്ത ഇടത്തും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കഴിയുന്ന കർത്താവ് നമ്മോട് കൂടെ. അതുകൊണ്ട് നമ്മൾ
സ്വയം ആശ്വാസം. മറ്റുള്ളവർ ചിലരൊക്കെ പരാതി പറയും, അല്ലേ, അവരെന്നെ ആശ്വസിപ്പിക്കാൻ വന്നില്ല, ഇവരെന്നെ ആശ്വസിപ്പിക്കാൻ വന്നില്ല എന്നൊക്കെ ചിലരൊക്കെ പരാതി പറയും. പക്ഷേ ഒരിക്കലും പരാതി പറയരുത്. പാസ്റ്റർ ആശ്വസിപ്പിക്കാൻ വന്നില്ലെങ്കിലും, കൂട്ടുവിശ്വാസികൾ ആശ്വസിപ്പിക്കാൻ വന്നില്ലെങ്കിലും, സ്വയം ആശ്വാസം കണ്ടെത്താൻ വചനത്തിലും ആത്മാവിലും ക്രിസ്തുവിലും ആശ്വാസം കണ്ടെത്താൻ ദൈവത്തിൻ്റെ മക്കൾ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. നാലാമത്, ഏക മനസ്സുള്ളവർ ആയിരിക്കും. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവരെല്ലാവരും ഏക മനസ്സുള്ളവരും ഏക അഭിപ്രായം ഉള്ളവരും ആയിരുന്നു. പലപ്പോഴും നാം തിരുമേശയുടെ ശുശ്രൂഷയിൽ വായിക്കുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ 10:17 അപ്പ ഒന്നാകൊണ്ട് പലരായ നാം ക്രിസ്തുവേശുവിൽ ഒന്നാകുന്നു. ക്രിസ്തുവിൽ നാം ഒന്നാണ് എന്നുള്ള വലിയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവമക്കളുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നാണ് എന്നുള്ള വലിയ ചിന്ത. സ്തോത്രം. ഞാൻ വിവരിക്കാതെ അവിടെ കൊണ്ട് അത് അവസാനിപ്പിക്കട്ടെ. അടുത്തത് പറയാണ്, സമാധാനത്തോടെ ഇരിപ്പിൻ. ശ്രദ്ധിച്ചേ, അവസാനമായിട്ട് പറയാണ്, സമാധാനത്തോടെ ഇരിപ്പിൻ. വേദപുസ്തകം വിഭാവനം ചെയ്യുന്നതായ സമാധാനം പ്രശ്നങ്ങൾ ഇല്ലാത്ത അനുഭവമല്ല. പ്രത്യുത ചുറ്റുപാടുകൾ മുഴുവനും ഇളകി മറിയുമ്പോഴും, കടൽ ഇളകുമ്പോഴും, കപ്പൽ ഉലയുമ്പോഴും അതിൻ്റെ നടുവിൽ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഉറപ്പാണ് ജീവിതത്തിൽ എല്ലാ സാഹചര്യത്തിലും സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നത്, അല്ലേ? കപ്പൽ ഛേദത്തിൽ അകപ്പെടുമ്പോഴും പൗലോസ് സമാധാനത്തോടെ നിന്നത് ആ അനുഭവം ജീവിതത്തിൽ പ്രാപിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 46-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണി. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ ഇളകി സമുദ്രമധ്യേ വീണാലും, അതിൻ്റെ കോപം കൊണ്ട് അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും ഞാൻ എന്ത് ചെയ്യത്തില്ല. നിങ്ങളെ കുലുക്കുന്ന എത്ര വലിയ വിഷയം വരട്ടെ, അതിൻ്റെ നടുവിൽ സമാധാനത്തോടെ ഇരിപ്പാൻ, സമാധാനത്തോടെ, കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും സമാധാനത്തോടെ ഇരിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്, കർത്താവ് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ആ സമാധാനത്താൽ നമ്മൾ യേശുവിനാൽ ആശ്വാസം പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവത്തിൽ ഉള്ളവരോടാണ് പറയുന്നത്. എന്താ പറയുന്നത്? എന്നാൽ വായിച്ചേ, എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇന്ന് പകൽ വേളയിൽ ഈ ദൈവം നമ്മോടെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. അത് ചെയ്യുന്ന, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് കൂടെയാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം കൂടെ ഇരിക്കുന്നത്. മനുഷ്യരാരും എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കത്തില്ല. നമ്മുടെ മക്കളെ എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഇരിക്കത്തില്ല. നമ്മുടെ അമ്മയപ്പന്മാർ എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഇരിക്കത്തില്ല. പാസ്റ്റർ എല്ലായ്പ്പോഴും കൂടെ ഇരിക്കത്തില്ല. കൂട്ടുവിശ്വാസികൾ എല്ലായ്പ്പോഴും കൂടെ ഇരിക്കത്തില്ല. ബന്ധുക്കൾ എപ്പോഴും കൂടെ ഇരിക്കത്തില്ല. പക്ഷെ എപ്പോഴും കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ ഇന്ന് പകൽവേള നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സമാപന സന്ദേശം എന്നുള്ള നിലയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ആ ദൈവം കൂടെ ഇരിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. ആ ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.